ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. തോമസ് എബ്രഹാം സാറിൻ്റെ റൂം എവിടെയാ? ഈ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നാൽ ലെഫ്റ്റിൽ രണ്ടാമത്തെ റൂം സാറിൻ്റെ ഓഫീസർ. താങ്ക് യു. വെൽക്കം. വാ. ആ എന്തുകൊണ്ട് സുഖമല്ലേ? ആ സുഖമാണ് സർ. സത്യത്തിൽ എൻ്റെ എല്ലാ സ്ഥാപനത്തിലും സ്റ്റാഫ്സ് ഉണ്ട്. അതും ആവശ്യത്തിലധികമാണ്. നാട്ടിൽ നിന്നും ആരെങ്കിലും ജോലി സഹായം ചോദിച്ചു വന്നാൽ എനിക്കവരെ ഒഴിവാക്കാൻ മനസ്സ് വരില്ല. ഇപ്പോൾ ആകെക്കൂടി സ്പേസ് ഉള്ളത് എൻ്റെ ബാറിലാണ്. തനിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ അവിടെ ഒന്ന് വിളിക്കാം. അത് മതി സാർ. പിന്നീട് മറ്റെവിടെയെങ്കിലും ജോലി ഒഴിവന്നാൽ അവിടേക്ക് ജോലി മാറ്റിക്കൊടുത്താൽ നന്നായിരുന്നു. ഷുവർ. എങ്കിൽ ഞാൻ മാനേജറെ വിളിച്ച് പറയാം. ഓക്കെ സാർ. റോയ്, ഇപ്പം നസീറ എന്ന് പറഞ്ഞൊരു കുട്ടി ബാറിൽ വരും. പുതിയ സ്റ്റാഫാണ്. സർവീസിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ സാർ. നസീറ, താഴെ ബാറിലേക്ക് ഇരുന്നോളൂ. പിന്നെ നമ്മുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ നസീറയ്ക്ക് താമസിക്കാം. വലിയ ഉപകാരം സർ. താങ്ക് യു സോ മച്ച് സാർ. ഞാനും ഇറങ്ങട്ടെ. 307 കസ്റ്റമർ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് പ്രത്യേക കെയർ കൊടുക്കണം. ഓക്കെ സർ. റോയ്, യെസ്. ഇത് നസീറ. ആ, നസീറയുടെ നാട് എവിടെയാ? കോഴിക്കോട്. വീട്ടിലാരൊക്കെയുണ്ട്? ഉമ്മയും 3 കുട്ടികളും. ഓ, നസീർ പേടിക്കണ്ട കേട്ടോ. ഇവിടെ എന്ത് പേടിക്കാനാ അല്ലേ? ആ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാട്ടോ. ശരി എന്നാ. ശരി, വരൂ. ആ सलमा, सर ये नसीरा, ये हमारा नया स्टाफ है. रूम दिखा के उसकी काम पूरा बता देना. ठीक है. आओ नसीरा. ഏയ്, ഇങ്ങനെ നിന്നാലൊന്നും ശരിയാവില്ല. നമുക്കിവിടെ ശമ്പളം ഇല്ലാന്നറിയാലോ. ടിപ്സ് ആണ് നമ്മുടെ ഇൻകം. അതിന് ചില രീതികളൊക്കെ ഉണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കിതൊന്നും ശീലമില്ല. എല്ലാം നമ്മൾ പഠിച്ചോളും. ആരും ഒന്ന് സ്വയം പഠിച്ചോണ്ടല്ല വരുന്നേ. അതാണ് ബാർ ഗേൾസിന്റെ അവസ്ഥ. എന്നാലും ഹായ് ദിയ, എവിടെയാണ് ഉമ്മ? ഓള് നമ്മളെ സ്വന്തം ആളാ. അവരൊക്കെ എന്റെ സ്ഥിരം കസ്റ്റമേഴ്സാ. ടിപ്സും വാരി എറിയും. ഇന്ന് അവർക്ക് നസീർ സെർവ് ചെയ്താൽ മതി. അയ്യോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെല്ലെ, നസീർ ഓർഡർ എടുക്കാം. അതിലൊന്നും വലിയ കാര്യമില്ല, നമുക്ക് ശരിയാക്കാം. സർ ആ, എന്താ വേണ്ടത്? ബക്കാടി. ബക്കാടിയാ? 2 ബക്കാടി. പുതിയ ആളാണെന്ന് തോന്നുന്നു. 2 ബക്കാടി വേണമെന്ന് പറഞ്ഞു. ഇതൊന്നും എന്നോടല്ല പറയേണ്ടത്. കൗണ്ടറിൽ ചെന്ന് പറഞ്ഞു വാങ്ങിക്കൊടുക്ക്. ഞാനെന്നല്ല അത് വിളിച്ച് സംസാരിച്ചു. 2 ബക്കാടി. അതിന്റെ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായി. അത് വേറെ വിഷയമൊന്നുമില്ല, സോൾവ് ചെയ്യാം നമുക്ക്. അത്രേ ഉള്ളൂ. അതിപ്പോൾ എന്താ പ്രശ്നം? അത് നോ പ്രോബ്ലം. ഇടയ്ക്കെങ്ങാണ്ട് ബിസിനസ് ടൂറിനൊന്ന് പോകുന്നതെന്ന് അറിഞ്ഞു. അത് ശരിയാ. സർ, ഹെലൻ വരാറുണ്ടോ? പുതിയ ആളല്ലേ? അതെ. പേരെന്താ? നസീറ. അപ്പൊ ഞമ്മളാളാണല്ലേ? പിന്നല്ലാതെ. നാട്ടിലെവിടെയാ? കോഴിക്കോട്. കോഴിക്കോട് എവിടെയാ? അങ്ങനെ അങ്ങ് പോയാലോ? വാ, ചോദിക്കട്ടെ, നിക്ക്. എന്താ എന്താ നസീറ? മനുഷ്യന്റെ മൂടും കളഞ്ഞ നസീറ ഇങ്ങ് വന്നേ. ദിയ, ഇതൊന്ന് ക്ലിയർ. ആളെ ഒടുക്കത്ത ഒരു ജാട. സോറി മുനീർ. നീ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. അവളൊരു പുതിയ കുട്ടിയാണ്. എനിക്കിവിടെ പുതിയതാണോ പഴയതാണോ നോക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നു, കേൾക്ക്. കാശ് തന്നിട്ടല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. മുനീർ പ്ലീസ്. സോറി. എന്താ സോറി? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്താ നസീറ അവിടെ സംഭവിച്ചത്? അയാൾ എന്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. അത് ഞാൻ കണ്ടു. പക്ഷെ ഒരു കസ്റ്റമറോട് നസീറ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? സർ, അത് ഞാൻ. സി, കസ്റ്റമർ ഈസ് ദ കിങ് ഓഫ് അവർ ബിസിനസ്. അതാണ് നസീറ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ബഹ്റൈനിൽ ബാർ ബിസിനസ് നടത്തുന്ന നിരവധി ആൾക്കാരുണ്ട്. അവിടെയെല്ലാം നസീറെ പോലുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരെല്ലാം ഇവിടെ വന്നതും ബാർ ഗേളായിട്ട് ജോലി ചെയ്യുന്നതും
ജീവിക്കാൻ വേണ്ടിയാണ്. ഇവിടെ വരുന്ന കസ്റ്റമറെ സംതൃപ്തിപ്പെടുത്തേണ്ടത് അവരവരുടെ കടമയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയൂല സർ. ഇതിലറിയാനൊന്നുമില്ല. കസ്റ്റമറുടെ സംതൃപ്തി, അതാണ് നമ്മുടെ ലക്ഷ്യം. കസ്റ്റമർ ഉണ്ടെങ്കിലേ ബിസിനസ് ഉള്ളൂ, ബിസിനസ് ഉണ്ടെങ്കിലേ നമ്മളൊക്കെയുള്ളൂ. പിന്നെ ഏത് ജോലിക്കും അതിൻ്റേതായൊരു മഹത്വമുണ്ട്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒന്ന് കയ്യിൽ പിടിച്ചതുകൊണ്ടോ ദേഹത്ത് തൊട്ടതുകൊണ്ടോ ഒന്നും സംഭവിക്കില്ല. നല്ലൊരു സോപ്പിട്ട് കഴുകിയാൽ പോകാവുന്നതേ ഉള്ളൂ അതെല്ലാം. പിന്നെ നസീർ ഇവിടെ വന്നത് എന്തിനാണ്? ജോലി ചെയ്ത് പണമുണ്ടാക്കാനും സ്വന്തം കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനുമല്ലേ? എങ്കിൽ മറ്റൊന്നും ആലോചിക്കണ്ട. ചെന്ന് കൂടെയുള്ളവരൊക്കെ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് നോക്ക്. അത് കണ്ട് ജീവിക്കാൻ പഠിക്കുക. அக்கா, உங்களுக்கு என்னாச்சு? ஏன் அழறீங்க? ஏதாவது பிரச்சனையா? ഡോക്ടറെ, എങ്ങനെയുണ്ട്? അത് നമുക്ക് ചെയ്യാനാവുന്നത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു. ഐഷുമ്മയുടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. സോ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ. ഡോക്ടർ, പണം എത്രയായാലും എവിടെന്നെങ്കിലും കൊണ്ടുവരാം. ഐഷുമാനെ രക്ഷിക്കണം. എത്ര പണം ചെലവാക്കിയാലും ഇതിനപ്പുറം ഇനി ഒരു ചികിത്സയില്ല. ഇറ്റ്സ് ഫേറ്റ്. ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണമെങ്കിൽ അത് ദൈവം വിചാരിക്കണം. പഠിച്ചോനെ, ഐഷുമാനെ കാത്തോളെ. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നസീറെ വിളിച്ചറിയിക്കണ്ടേ? അവസാനായിട്ട് ഐഷുമാക്ക് ഓളെ ഒന്ന് കാണണമെന്ന് തോന്നിയാലോ? ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ കിട്ടൂല. ഓള് ജോലിന്റെ വല്ല തിരക്കിലും ആവും. ഇങ്ങോട്ട് വിളിക്കുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് വിളിക്കാം. സർ, ഓർഡർ പ്ലീസ്. ഗുഡ് ഈവനിങ് സർ. നസറ, ഈ അന്ന നമ്മൾ എവിടെയെല്ലാം തെരഞ്ഞ് ഈ എങ്ങനെ ഇവിടെ എത്തി? വാ, നമ്മൾ ചോദിക്കട്ടെ. ഹലോ. ഹായ്. റോയി എവിടെ ഉണ്ട്? റിസപ്ഷനിലുണ്ട്. ഓക്കെ. പറയ് നസറ, ഈ എങ്ങനെ ഇവിടെ എത്തിയേ? എനിക്കൊന്നും അറിയൂല. നസറ, ഈ അറിഞ്ഞോ? അന്റെ അറബി അനക്കെതിരെ മോഷണത്തിന് കേസ് കൊടുത്തിരിക്കുക. റബ്ബേ, ഈ സൂക്ഷിക്കണം. അന്നെ രക്ഷിക്കാനുള്ള വഴി നമ്മൾ നോക്കാം. പിന്നെ ഈ ബാറിന്റെ ഉടമ തോമസ് സാറ് എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഓരെ കണ്ട് അന്റെ കാര്യങ്ങൾ പറയാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്
നസീറ, ഷമീം എന്നെ വന്ന് കണ്ടിരുന്നു. തൻ്റെ പാസ്പോർട്ട് ആ അറബിയുടെ നിന്ന് വാങ്ങാൻ ഞാൻ കണ്ണൂർ സുബൈറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സുബൈർ അത് വാങ്ങി ഷമീമിനെ ഏൽപ്പിക്കും. വലിയ ഉപകാരം സർ. നസീറ ധൈര്യമായിട്ടിരിക്കേ, ഞങ്ങളൊക്കെ ഇല്ലേ തൻ്റെ ഒപ്പം. ആ നസീറ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. പാസ്പോർട്ട് നാളെ കിട്ടും. റബ്ബേ, നീ എന്റെ ദുആ കൈക്കൊണ്ടല്ലോ. ഹലോ. ഹായ് ഷമീം. ഹായ്, ഹൗ ആർ യു? ഫൈൻ. ഈ പാസ്പോർട്ടും ബാഗുകളും കണ്ണൂർ സുബൈർക്ക് തന്നുവിട്ടതാണ്. ഇത് നസീറ ഏൽപ്പിക്കണം. ഓക്കെ ഓക്കെ, കാണാം. ശരി, ബൈ. ബൈ. മോനെ, വണ്ടി വരണ്ട. വാ, ഇത് ആരാ വരണേ നോക്ക്. വാ, എൻ്റെ ഉമ്മ വന്നിരിക്കണേ. സുഖാണോ ഉമ്മ? നാട്ടിൽ എന്തൊക്കെയുണ്ട് ഉമ്മ വിശേഷം? അബുമാമയും ആബിദത്താത്തയൊക്കെ വരാറുണ്ടോ? പിന്നെ അവരെപ്പോഴും വരാറുണ്ട്. എല്ലാ സഹായത്തിനും നമുക്ക് അവരല്ലേ ഉള്ളൂ. അത് ശരിയാ. നീ വന്നതുകൊണ്ടേ മൂത്തോൾക്ക് സ്കൂളിൽ പോകാനേ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ വന്നതിന്റെ സന്തോഷമല്ലേ ഉമ്മ മക്കൾക്ക്? എനിക്കാണെങ്കിൽ ഇതുങ്ങളെ കണ്ടപ്പോഴാ ഒന്ന് ശ്വാസം നേരെ വീണത്. ആയ്, മക്കൾ ഇതൊക്കെ കണ്ട കഴിച്ചോ? കഴിക്കുമോളെ, ഉമ്മ കൊണ്ടുവന്നല്ലേ. കഴിച്ചോ? എന്ത് പറ്റി? പൾസ് വളരെ ഡൗൺ ആണല്ലോ. ഹലോ വാപ്പ. ഷമീമേ, ഐഷ പോയി മോനെ. അല്ല, എപ്പോ? മയ്യത്തായിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആവും. മയ്യത്തായ നേരം മുതൽ നമ്മൾ നസീറ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെങ്കില് മോളെ കിട്ടണില്ല. എങ്ങനെയെങ്കിലും മോളെ വിവരം അറിയിക്കണം. എന്നിട്ട് എന്നെ വിളിച്ച് വിവരം പറയണം. എന്നിട്ട് വേണം മയ്യത്ത് ചടങ്ങുകൾ തീരുമാനിക്കാൻ. നമ്മൾ ഓളെ ഇപ്പൊ തന്നെ വിവരം അറിയിക്കാം വാപ്പ. ഹലോ. സാർ, ഞാനാണ്, ഷമീമാണ്. നമ്മൾ നസീറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സാറ് പെട്ടെന്ന് ഓളെ ഒരു വിവരം അറിയിക്കണം. ഓളുടെ ഉമ്മ മയ്യത്തായി. ഓഹോ, എപ്പോഴായിരുന്നു? കുറച്ച് മുമ്പായിരുന്നു. നാട്ടിൽ നിന്ന് വാപ്പയാണ് വിളിച്ച് വിവരം പറഞ്ഞത്. നസീറെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണം. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ശരി ഷമീം, ഞാൻ നസീറെ അറിയിക്കാം. നസീറയ്ക്ക് നാട്ടിലെത്താനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. താങ്ക് യു സാർ. ഓക്കെ. ഹലോ നസീറ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. നസീറയുടെ ഉമ്മ മയ്യത്തായി. നസീർ ഉടനെ ഓഫീസിൽ വരണം. ഷമീം വരും.
നസീറയ്ക്ക് നാട്ടിലെത്താനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പോയവർ പോയി. നമുക്കിനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ എന്ത് ചെയ്യാനാവും? സോ ബി കൂൾ. ഇത് കൈവച്ചുള്ളൂ. ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ട്രാവൽ ഏജൻസിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷമീമിനെ കൊണ്ടുപോയി നസീർ അത് കളക്ട് ചെയ്താൽ മതി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആത്മധൈര്യം കൈവിടരുത്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നസീറയ്ക്ക് വീണ്ടും ഇങ്ങോട്ട് വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. ഷമീം ഇപ്പോൾ ബാറിലോട്ട് വരും. നസീർ അങ്ങോട്ട് ചെന്നു. മോളെ അറിയിച്ചോ? ഷക്കീറെ, ഈ ഒന്ന് അപ്പുറത്തോട്ട് ചെല്ലു. ശരി മാമ. ഇങ്ങതാ. നസീറ, MD തന്ന ക്യാഷൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ബാഗിലുണ്ട്. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് അത് ആദ്യം നാട്ടിലേക്ക് അയക്കണം. അത് അയച്ചിട്ടേ പോവൂ. ശരി, എന്നാൽ താമസിക്കണ്ട, പുറപ്പെട്ടു. നസീർ എൻ്റെ ഫ്ലാറ്റിൽ റെസ്റ്റ് എടുക്കുമ്പോഴേക്കും ഞാൻ പോയി ടിക്കറ്റ് വാങ്ങി വരാം. ഫ്ലൈറ്റിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് പുറപ്പെടാം. അനക്കുമ്മയുടെ മയ്യത്ത് കാണാൻ കൈ നസീറ. നസീറ, ഇതാ എൻ്റെ ഫ്ലാറ്റ്, വരൂ. നസീറ ഇരിക്കേ, ഞാനിപ്പോൾ വരാം. പോവാറായോ? എങ്ങോട്ടേക്കാ? നാട്ടിലേക്ക്. ഈ ഇപ്പൊ നാട്ടിലേക്ക് പോയിട്ട് എന്തെടുക്കാനാ? ഷമീം എന്താ ഈ പറയണേ? എന്റെ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞ് എന്നെ പറ്റുകയായിരുന്നോ? ഉമ്മ മരിച്ചതും നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തതും ഒക്കെ ശരി തന്നെയാ. പിന്നെ പക്ഷേ നീ ഇപ്പൊ പോകുന്നത് വേറൊരിടത്തേക്കാ. എങ്ങോട്ട്? സൗദിയിലേക്ക്. സൗദിയിലേക്കാ? ആ. റബ്ബേ, എന്തിന്? അള്ളാനെ വിളിച്ചതുകൊണ്ടോ അലറി കരഞ്ഞതുകൊണ്ടോ ഒരു കാര്യമില്ല. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്ത്? എന്നെ വീട്ടേക്ക് അവസാനായിട്ട് എനിക്ക് എന്റെ ഉമ്മയൊന്ന് കാണണം. ഞാൻ പറഞ്ഞല്ലോ, കരഞ്ഞത് കൊണ്ടോ കാല് പിടിച്ചത് കൊണ്ടോ ഒരു കാര്യമില്ല. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഇത് കണ്ടോ? കുട്ടിക്കാലം മുതലേ എനിക്ക് എന്നോടൊരു വല്ലാത്ത ഇഷ്ടമായിരുന്നു. എൻ്റെ ശരീരം എന്നെ വല്ലാണ്ട് മോഹിപ്പിച്ചിട്ടുണ്ട്. പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന ഈ ബഹറിനിൽ ഞാൻ എത്തിയിട്ട് 20 വർഷമായി. പല ജോലികളും ഞാൻ ചെയ്തു, എങ്ങും എത്തിയില്ല. അപ്പോഴാണ്
ഭാഗ്യം ഖാലിദ് എന്ന സൗദിക്കാരന്റെ രൂപത്തിൽ എന്റെ മുന്നിലെത്തിയത്. ഖാലിദിന് നിന്നെ ഞാൻ വിറ്റു 25,000 ദിനാറിന്. അവിടെ നിനക്ക് സർവ്വ സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിക്കാം, അറബിയുടെ വെപ്പാട്ടിയായിട്ട്. ഖാലിദ് ഇപ്പൊ വരും, നിന്നെയും കൊണ്ട് അവൻ സൗദിയിലേക്ക് പോവും. പിന്നെ നീ ഒരിക്കലും നാട് കാണില്ല. നീ എവിടെയാണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല. ഒരപകടത്തിൽപ്പെട്ട് മരിച്ചു പോയെന്ന് ഞാൻ നാട്ടിലറിയിച്ചോളാം. മയ്യത്തിനെ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന കവറടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? ഷമീമിനെ വിളിച്ചിട്ട് ഓനും ഫോൺ എടുക്കുന്നില്ല. ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. ഓള് വരുമ്പോ വരട്ടെ, മയ്യത്തെടുക്കാം. എടുക്കാൻ സമയമായി. നസീറ,